അമേരിക്ക ഇറാൻ ചർച്ചകൾക്ക് മുന്നോടിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയ കടുത്ത മുന്നറിയിപ്പ് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് അമേരിക്കയും ഇസ്രയേലും പിന്മാറണമെന്നാണ് റഷ്യയുടെ പ്രധാന ആവശ്യം. ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ അവസരമായാണ് ഇസ്ലാമാബാദിലെ ചർച്ചകളെ മോസ്കോ വിലയിരുത്തുന്നത്. എന്നാൽ ഈ ചർച്ചകൾ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം പ്രകോപനപരമായ നീക്കങ്ങളാണ് പാശ്ചാത്യ ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ അസ്ഥിരതയ്ക്ക് പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണെന്ന് റഷ്യ പരസ്യമായി പ്രഖ്യാപിച്ചു. അറബിക്കടലിലും ലബനനിലും തുടരുന്ന സംഘർഷങ്ങൾ ഈ രാജ്യങ്ങളുടെ തെറ്റായ നയങ്ങളുടെ ഫലമാണെന്ന് റഷ്യൻ വക്താക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ലബനന് നേരെ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. ഇത്തരം സൈനിക നടപടികൾ തുടരുന്നത് നയതന്ത്ര ചർച്ചകളുടെ അന്തരീക്ഷം തകർക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകുന്നു. സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം തോക്കുകൾ താഴെ വയ്ക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്ന് റഷ്യ പറഞ്ഞു. അറബിക്കടലിലും ഗൾഫ് മേഖലയിലും വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യം ഒഴിവാക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. റഷ്യയുടെ ഈ ഇടപെടൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ മോസ്കോയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. അമേരിക്കയുടെ നീക്കങ്ങളെ തടയാൻ തങ്ങൾ തയ്യാറാണെന്ന സന്ദേശമാണ് പുടിൻ ഇതിലൂടെ നൽകുന്നത്. ഇസ്രയേലും ലബനനും തമ്മിലുള്ള യുദ്ധം ഒരു വലിയ പ്രാദേശിക സംഘർഷമായി മാറാൻ അനുവദിക്കില്ലെന്ന് റഷ്യ വ്യക്തമാക്കി. ഈ സംഘർഷം പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. ചർച്ചകളിലൂടെ അല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും ഇറാനെ കീഴടക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക മനസ്സിലാക്കണമെന്ന് മോസ്കോ ഓർമ്മിപ്പിച്ചു. നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. ചർച്ചകളെ പിന്നിൽ നിന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് റഷ്യ സൂചന നൽകി. ഇറാൻ ചർച്ചകൾ വിജയിച്ചാൽ അത് റഷ്യയുടെ വിദേശ നയത്തിനും വലിയ വിജയമാകും. ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായ റഷ്യയ്ക്ക് മേഖലയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇതിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ ചർച്ചകൾ പരാജയപ്പെടുന്നത് റഷ്യ ആഗ്രഹിക്കുന്നില്ല. പുടിന്റെ ഈ യുദ്ധ മുന്നറിയിപ്പ് വെറും ഭീഷണിയാണോ അതോ വ്യക്തമായ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. മിഡിൽ ഈസ്റ്റ് എന്ന സ്ഫോടനാത്മകമായ മേഖലയിൽ സമാധാനം പുലരാൻ റഷ്യയുടെ ഈ നീക്കം സഹായിക്കുമെന്ന് പ്രത്യാശിക്കാം. അട്ടിമറി ശ്രമങ്ങൾ അവസാനിപ്പിച്ച് നയതന്ത്രത്തിന് ഒരവസരം നൽകാൻ ട്രംപും നെതന്യാഹുവും തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. യുദ്ധമല്ല, ചർച്ചകളാണ് ലോകത്തിന് വേണ്ടതെന്ന സത്യം പുടിൻ ഒരിക്കൽ കൂടി ഉറക്കെ പറഞ്ഞിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ സൈനിക നിലപാടുകളെ പുടിൻ നേരിട്ട് വിമർശിച്ചത് ഇസ്രയേൽ റഷ്യ ബന്ധത്തിലും വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് ഇസ്രയേലിന്റെ ആക്രമണ സ്വഭാവം തടസ്സമാണെന്നാണ് റഷ്യൻ നിലപാട്. ലബനനിലെ സാധാരണക്കാരുടെ മരണസംഖ്യ ഉയരുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് നാണക്കേടാണെന്ന് റഷ്യ പറഞ്ഞു. മാനുഷിക പരിഗണനകൾ മുൻനിർത്തി ഇസ്രയേൽ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു. അറേബ്യൻ ഉപദ്വീപിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ബഹുമുഖ സുരക്ഷാ സംവിധാനം റഷ്യ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഇതിലേക്ക് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുവരാൻ മോസ്കോ ശ്രമിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധ രാഷ്ട്രീയത്തെ റഷ്യ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഉപരോധങ്ങൾ ഇറാനിലെ സാധാരണക്കാരെയാണ് ബാധിക്കുന്നതെന്നും ഇത് വിദ്വേഷം വളർത്താൻ മാത്രമേ ഉപകരിക്കൂവെന്നും റഷ്യൻ വക്താക്കൾ പറഞ്ഞു. ഇസ്രയേലിന്റെ ആണവ ഭീഷണികളെക്കുറിച്ചും റഷ്യ ആശങ്ക പ്രകടിപ്പിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കം മേഖലയെ മൊത്തം ഒരു ആണവ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ ഈ സ്ഫോടനാത്മകമായ യുദ്ധ മുന്നറിയിപ്പ് വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്. നയതന്ത്രമെന്നാൽ കേവലം ചർച്ചകൾ മാത്രമല്ല, അത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമാകണമെന്ന് റഷ്യ ഓർമ്മിപ്പിക്കുന്നു. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി. ലബനനിലെ ഹിസ്ബുള്ളിയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകാത്തത് അമേരിക്കയുടെ പിന്തുണയോടെയാണെന്ന് റഷ്യ ആരോപിക്കുന്നു. ഈ പിന്തുണ അവസാനിപ്പിക്കാൻ അമേരിക്കയോട് പുടിൻ ആവശ്യപ്പെട്ടു.
മിഡിൽ ഈസ്റ്റിലെ എണ്ണ വിപണിയെ ബാധിക്കുന്ന തരത്തിലുള്ള സംഘർഷങ്ങൾ റഷ്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതിനാൽ മേഖലയിലെ സ്ഥിരത റഷ്യയ്ക്കും അനിവാര്യമാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് ചർച്ചകൾക്ക് അനുകൂലമായ നിലപാടാണുള്ളതെന്നാണ് റഷ്യയുടെ കണ്ടെത്തൽ. എന്നാൽ അമേരിക്കയും ഇസ്രയേലും പുതിയ നിബന്ധനകൾ വെച്ച് ചർച്ചകൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് മോസ്കോ വിശ്വസിക്കുന്നു. യുദ്ധഭീതി നിലനിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന നേതാക്കളെ പുടിൻ പരിഹസിച്ചു. യഥാർത്ഥ ഭരണാധികാരി സമാധാനത്തിനായുള്ള ചുവടുവയ്പ്പുകളാണ് നടത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യൻ വ്യോമസേന മേഖലയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ സമാധാനം ഉറപ്പാക്കാൻ ഇടപെടലുകൾ നടത്തുമെന്ന സൂചനയും പുടിന്റെ മുന്നറിയിപ്പിലുണ്ട്. ഇറാനിലെ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ കൂടെ ഉണ്ടാകുമെന്ന് പുടിൻ ഉറപ്പു നൽകി. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളെ റഷ്യ പ്രതിരോധിക്കും.